ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മസി. പുതിയ യൂട്യൂബർമാർക്കായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത്. നമ്മളിടുന്ന വീഡിയോസിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കുറച്ച് കൂടുതൽ വേണം. അതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കഴിയും അതെല്ലാം നമ്മൾ ചെയ്തു നോക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോണത്. തംബ്നെയിൽ കണ്ടതുപോലെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബറും വേണം, വ്യൂസും വേണം. അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം നമ്മൾ പരിശ്രമിച്ച് നോക്കണം. എന്നിട്ട് അതിൽ വിജയം കണ്ടെത്തും എന്ന് ഉറപ്പ് നമുക്ക് വേണം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കാണി. എന്നിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബറും വ്യൂസും കൂടാനുള്ള സാധ്യത ഉണ്ടോ നിങ്ങൾ തന്നെ പരിശ്രമിച്ച് നോക്കി. അപ്പോൾ ഞാൻ പറയണത് സത്യമായിരിക്കാനും എന്തായാലും നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ വീഡിയോ ചെയ്യുന്നത്, അത് വ്യക്തമായിട്ട് പറയണം. അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കണം. ഒരു പ്രധാനപ്പെട്ട സംഭവം പറയാനുള്ളത് എന്താ വെച്ചാൽ, YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് സെറ്റിങ്സ് എല്ലാം കറക്റ്റാണോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ ചെയ്യേണ്ട പ്രോസസ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ചെയ്തിരിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും, ഇനിയിപ്പോൾ ഷോർട്സ് ചെയ്യുകയാണെങ്കിലും വീഡിയോ ലെങ്ത്തുള്ള വീഡിയോ ചെയ്യുകയാണെങ്കിലും, നമ്മളെ മുഖം വെച്ച് നേരിട്ട് സംസാരിച്ചാണ്ടല്ലോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അത് തീർച്ചയായിട്ടും നല്ലൊരു പോയിൻ്റാണ് കേട്ടോ. കോമഡി ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നമ്മൾ കോമഡി പറയാൻ നോക്കുക, മറ്റുള്ളവരെ മാക്സിമം ചിരിപ്പിക്കാൻ നോക്കുക. അത് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ വീഡിയോസ് വീണ്ടും കാണാനുള്ള പ്രചോദനം ഉണ്ടാവണം. അതിനുള്ള മാക്സിമം നമ്മൾ പരിശ്രമിച്ചേ മതിയാവും. വീഡിയോ ഇടുമ്പോൾ ഒരിക്കലും മടി പാടില്ല. ദിവസം ഇടാൻ ശ്രമിക്കുക, എന്നും വീഡിയോസ് ചെയ്യാൻ നോക്കുക, ഷോർട്സ് നിർബന്ധമായിട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ഡെയിലി ഒരു 2-3 ഷോർട്സ് ചെയ്താൽ അത് കാണാൻ ആൾക്കാരുണ്ടാവും, സബ്സ്ക്രൈബർ കൂടും. അത് 100% ഉറപ്പാണ്. പക്ഷേ നമ്മൾ ലെങ്ത്തുള്ള വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് അതിലേക്ക് സബ്സ്ക്രൈബർ കൊടുന്ന് അതിൻ്റെ വ്യൂസ് കൂട്ടി അതിന് ഒരുപാട് പണിയെടുക്കണം. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തംബ്നെയിൽ ചെയ്യുകയാണെങ്കിൽ മാക്സിമം അട്രാക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. പക്ഷെ അത് മാത്രം പോരാ. നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്തു, അട്രാക്ഷൻ കാരണം ക്ലിക്ക് ചെയ്തു, പക്ഷേ ആ വീഡിയോസിലൊന്നും ഇല്ലെങ്കിലോ? അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോസിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പറയണോ അത് നല്ല പ്രിപ്പറേഷൻ ചെയ്തിട്ട് വേണം പറയണമെങ്കിൽ. അതിൽ നിന്ന് വേണം നമുക്ക് നമ്മളെ വീഡിയോസ് ഫുള്ള് കാണണം എന്ന് താല്പര്യം ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് എഴുതി വെച്ചിട്ട് അതിൽ നോക്കി പറയാനോ അല്ലെങ്കിൽ അത് കാണാപ്പാഠം പഠിച്ച് പറയാനോ അങ്ങനെ പരമാവധി ശ്രമിക്കുക. നമ്മൾ ആദ്യം വീഡിയോസ് 2-3 വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെ കാര്യം നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, പറയാൻ ധൈര്യം ഉണ്ടാവില്ല, നമ്മൾ മുഖം കാണിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ മാക്സിമം നമ്മൾ അതിനോട് പരിശ്രമിച്ചിട്ടേ ഇരിക്കണം. വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീഡിയോസൊക്കെ എടുത്തു, പക്ഷേ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം സമയമെടുത്ത് നല്ല പോലെ ക്ലിയറിൽ എങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരെ അട്രാക്ഷൻ അതുകൊണ്ട് പരമാവധി നമ്മൾ ശ്രമിച്ചാൽ മതിയാവും. നമ്മൾ ഡെയിലി ഓരോ വീഡിയോസ് ചെയ്യുക, 1-2 ഷോർട്സും ചെയ്യുക. പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്ന് കയറി പൊട്ടി പിന്നെ നമ്മളെ വീഡിയോസ് കാണാൻ ആൾക്കാർ നിർബന്ധമായിട്ടുണ്ടാവും. പക്ഷെ അതിനെന്ത് വേണം, നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണം, ഡെയിലി ഷോർട്സ് ചെയ്യണം. അതിൽ ഏതാണ് നമ്മൾക്ക് ക്ലിക്ക് ആവുമെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം നമ്മളതിൽ പരിശ്രമിക്കണം, മാക്സിമം നമ്മൾ അതിൽ എഫക്റ്റ് എടുക്കണം. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്തായിട്ടും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷെ അപ്ലോഡ് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത്, ഫോണിലാണെങ്കിൽ മാക്സിമം നിങ്ങൾ YT സ്റ്റുഡിയോ വഴി അപ്ലോഡ് ചെയ്യുക. കാരണം ഞാൻ മാക്സിമം എൻ്റെ ആദ്യത്തെ വീഡിയോസ് അത് മുന്നേ പറഞ്ഞിരുന്നു, എൻ്റെ ആദ്യത്തെ വീഡിയോസിൽ തീരെ ക്ലിയർ ഇല്ല. ഞാൻ ചെയ്യുന്നപ്പോൾ വീഡിയോസിലൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവാൻ കാരണം ഞാൻ YT സ്റ്റുഡിയോ വഴിയാണ് അപ്ലോഡ് ചെയ്യൽ. അത് മാക്സിമം ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഞാൻ പറയാൻ മറന്നു. അത് കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാതെ മാക്സിമം ചെയ്യുക. കാരണം ഇപ്പോൾ യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിരിക്കണ്. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മളെ വ്യൂസും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്ത് ഒരുപാട് വ്യൂസ് കിട്ടി, പക്ഷേ ആ വീഡിയോസിൽ ചിലപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, പക്ഷേ എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിലിപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളതാണെങ്കിൽ അത് സോങ്ങിലാണെന്നുണ്ടെങ്കിൽ സോങ്ങിൻ്റെ ഇത് മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ സെറ്റിങ്സിൽ ഉണ്ട് കേട്ടോ, വേറെ കാര്യം. പക്ഷേ മാക്സിമം നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്തത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. പുതിയ യൂട്യൂബർമാർ വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും നിർബന്ധമായിട്ട് ചെയ്യാൻ മറക്കല്ലേ.
ഇപ്പോൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും നിർബന്ധമായിട്ടും വേണം. മാക്സിമം എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ വണക്കം.